എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 9-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടപടി ആരംഭിച്ച് നിയുക്ത UDF സർക്കാർ. KSRTCയിൽ ജെൻഡർ ടിക്കറ്റ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് KSRTC പുറപ്പെടുവിച്ചു. KSRTCയിൽ ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിശാന്ത് S പുറത്തുവിട്ട ഉത്തരവിൽ പറയുന്നു. ATM ഉപകരണങ്ങൾ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ശനിയാഴ്ച, അതായത് 9/5/2026 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇത് പ്രകാരം കണ്ടക്ടർ ATM ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ടിക്കറ്റിൽ സ്ത്രീയാണോ പുരുഷനാണോ നൽകിയത് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇക്കാര്യം കൃത്യമായി പാലിക്കുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നു. ആനുകൂല്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് സ്ത്രീ യാത്രക്കാരുടെ എണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് നാളെ മുതൽ ഈ നടപടി ആരംഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ വാഗ്ദാനം നടപ്പിലാക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ മാസം 15 മുതൽ ഇത് നടപ്പിലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് മുതലാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. മറ്റൊന്ന്, 5 വർഷമായി സംസ്ഥാനത്തെ സ്ത്രീകൾ കാത്തിരുന്ന വീട്ടമ്മ പെൻഷൻ ഈ ഇലക്ഷന് മുന്നോടിയായി പിണറായി സർക്കാർ നടപ്പിലാക്കി. എങ്കിലും ഇലക്ഷന് വോട്ട് കിട്ടിയതിന് ശേഷം കിട്ടിയ ആളുകളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ അത് വിതരണം ചെയ്യാതെ കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ നിരാശരായിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകമേകുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതായത് UDF അധികാരം ഏറ്റതിന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടർന്നും വിതരണം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പദ്ധതി തുടരുകയോ സമാനമായിട്ട് പേര് മാറ്റി പദ്ധതി വീണ്ടും ആരംഭിക്കുകയോ ചെയ്തേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എങ്ങനെയാണ് എങ്കിലും 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ലഭിച്ചേക്കും എന്നുള്ളത് സൂചനകളാണുള്ളത്. പിണറായി സർക്കാർ ഇത് കൊണ്ടുവന്നു എങ്കിലും ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് പദ്ധതി നിർത്തലാക്കുന്ന സ്ഥിതിയാണുണ്ടായത്. ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തില്ല. ഈ മെയ് മാസത്തിലും അത് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് സൂചനകൾ. എന്നാൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം മെയ് മാസത്തെ പെൻഷൻ വിതരണം മെയ് 25 ആരംഭിച്ചേക്കും എന്നുള്ളതും ഉണ്ട്. നേരത്തെ തന്നെ ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ അതിലൊരു വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ ധനമന്ത്രിയാണ് തുക അനുവദിക്കേണ്ടത്. 2000 രൂപ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആദ്യം പറയുന്നത്. രാജ്യവ്യാപകമായി ആധാർ സെർവർ പണിമുടക്കിയതോടെ കേരളത്തിലെ റേഷൻ വിതരണത്തെയും സർക്കാർ ഓഫീസുകളുടെ പഞ്ചിങ്ങും പൂർണ്ണമായും സ്തംഭിച്ചു. ഇന്ന് രാവിലെ 8:30 മുതലാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെർവർ സാങ്കേതിക തകരാർ കാരണം നിരവധി സർവീസുകൾ മുടങ്ങിയത്. ആധാർ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന എല്ലാ സേവനങ്ങളും നിലച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ POS യന്ത്രങ്ങൾ പ്രവർത്തിക്കാത്തത് കാരണം ഭക്ഷ്യധാന്യ വിതരണം നടന്നില്ല. രാവിലെ മുതൽ റേഷൻ വാങ്ങാനെത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് ഇത് പ്രയാസമുണ്ടാക്കി. വരും ദിവസങ്ങളിൽ റേഷൻ കടയിലേക്ക് പോകുമ്പോൾ POS പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. റോഡരികിൽ അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത കടകളിലേക്ക് സാധനം വാങ്ങാൻ വരെ പോകുമ്പോൾ തന്നെ വാഹനത്തിന്റെ ഫോട്ടോ എടുത്തു പോകും. പിന്നീട് മൊബൈലിലേക്കാണ് പിഴയുടെ സന്ദേശം എത്തുക. വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പിഴ ഈടാക്കുന്ന സാഹചര്യം ഉണ്ട്. വാഹനം ഓടിക്കുന്നവർ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലർക്കും ജൂൺ മാസത്തോടു കൂടി LPG വിതരണം നിർത്തും.
രാജ്യത്ത് LPG സിലിണ്ടർ ഉപയോഗം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഈ വർഷം മാർച്ചിൽ ഒരു നിർണായകമായ ഉത്തരവിറക്കിയിട്ടുണ്ട്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷനുകളിലേക്ക് മാറിയില്ല എങ്കിൽ LPG സിലിണ്ടർ വിതരണം അവസാനിപ്പിക്കും എന്നതാണ് ഉത്തരവ്. LPG സിലിണ്ടറിൽ നിന്നും പൈപ്പ് വഴി ലഭിക്കുന്ന ഗ്യാസ് കണക്ഷനിലേക്ക് മാറാൻ 90 ദിവസമായിരുന്നു നൽകിയിരുന്ന സമയപരിധി. ഈ കാലാവധി ജൂണിൽ അവസാനിക്കാൻ പോവുകയാണ്. അതിനാൽ എങ്ങനെ പൈപ്പ് വഴി ഗ്യാസ് കണക്ഷനിലേക്ക് മാറാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, BPCL, ഗെയിൽ ഗ്യാസ് തുടങ്ങിയ കമ്പനികളാണ് ഗാർഹിക വാണിജ്യ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കണക്ഷൻ നൽകുന്നത്. PNG കണക്ഷൻ ലഭ്യമാകാൻ ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിനായി ആദ്യം ഗ്യാസ് വിതരണ കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് തുടർന്ന് പുതിയ PNG കണക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം പേര്, വിലാസം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകുക. തുടർന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യുക. ഇതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കുക. ഇതോടെ ഒരു റഫറൻസ് നമ്പർ ലഭിക്കും. തുടർന്ന് പരിശോധനയ്ക്ക് ശേഷം ഗ്യാസ് വിതരണ കമ്പനിയുടെ ആൾ വീട്ടിലെത്തി പൈപ്പ് ലൈനും മറ്റു അനുബന്ധ സാമഗ്രികളും ഘടിപ്പിക്കും. ഇതാണ് രീതി. PNG കണക്ഷനിലേക്ക് മാറുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ്. ഫോട്ടോ, ID കാർഡ്, അതായത് ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അഡ്രസ് പ്രൂഫായി ഇലക്ട്രിസിറ്റി ബില്ല്, BSNL ബില്ല്, റെന്റ് എഗ്രിമെന്റ്, റേഷൻ കാർഡ്, നികുതി അടച്ച രേഖ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഓണർഷിപ്പ് പ്രൂഫ്, അതായത് രജിസ്ട്രേഷൻ, പ്രോപ്പർട്ടി ഡോക്യുമെന്റേഷൻ, നികുതി അടച്ച രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവയെല്ലാം മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത്. അതേസമയം ഒരു വീട് ഒരു ഗ്യാസ് കണക്ഷൻ എന്ന ആശയവുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ള വീടുകളിലെ LPG സിലിണ്ടറുകൾ വെട്ടിക്കുറക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. LPG സിലിണ്ടറുകൾക്കൊപ്പം പൈപ്പ് വഴിയുള്ള കണക്ഷനും ഒരേ സമയം ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് PNG സിലിണ്ടർ ലഭ്യമാക്കൽ, LPG സിലിണ്ടറുകളുടെ കരിഞ്ചന്തയിലെ വിപണനം തടയൽ തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഈ നീക്കം. 2026 മാർച്ചിൽ രാജ്യത്തെ ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് പുതിയ LPG സിലിണ്ടറിന് അപേക്ഷിക്കാനോ സിലിണ്ടർ വീണ്ടും നിറക്കുന്നതിനോ സാധിക്കില്ല എന്ന് സർക്കുലർ പറയുന്നു. കൂടാതെ മെയ് 4 പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർക്കുലറിൽ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്യാൻറ്റീനുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മുൻഗണന നൽകാൻ ഗ്യാസ് കമ്പനികൾ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ